നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം. റായ്പൂരിൽ ഒരു കൂറ്റൻ റൺമല തന്നെ പടുത്തുയർത്തിയിട്ടും ഇന്ത്യ പരാജയപ്പെടുന്നു. പ്രോട്ടിയാസിന് മുന്നിൽ ആയുധം വെച്ച് കിടങ്ങുന്നു. എവിടെയാണ് നമുക്ക് പഠിച്ചത്? ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ ജയേഷ് പൂക്കോട്ടൂർ. ജയേഷ് ചേട്ടാ, എവിടെയാണ് ഗൗതം ഗംഭീറിനും KL രാഹുലിനും ഇന്ത്യക്കും പിടിച്ചത്? നമ്മൾ പറഞ്ഞ പഴയ സ്ഥാനത്തിൽ തന്നെയാണ്. ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടും ഗംഭീറിനും അഗാർക്കറും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വിഷമകരമായ വസ്തുത എന്ന് പറയുന്നത്. കാരണം ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ഋതുരാജ് ഗൈക്വാദായിരുന്നു വന്നിരുന്നത്. ഋതുരാജ് പറയുന്നത് ഫസ്റ്റ് 10-15 ഓവർ ബോളർമാർ നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു, ഭേദപ്പെട്ട രീതിയിൽ പിടിക്കാൻ കഴിഞ്ഞു. അവരുടെ ഡീകോക്ക് ഉൾപ്പെടെയുള്ള താരങ്ങൾ വളരെ നേരത്തെ തന്നെ പുറത്തായിട്ടുണ്ട്. പക്ഷേ ഡ്യൂ ഫാക്ടർ ഒടുങ്ങിയതിന് ശേഷം സ്പിന്നർമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അതല്ല ശരിക്കും. നമ്മൾ അവരുടെ ബാറ്റർമാർ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു. അവരുടെ ബാറ്റർമാർ നന്നായി കളിച്ചതിനേക്കാളേറെ നമ്മൾ വരുത്തിയ മിസ്റ്റേക്കുകളിലൂടെയാണ് ഇന്നലത്തെ റായ്പൂരിലെ തോൽവിയെന്ന് സംശയം പറയാൻ കഴിയും. ഒന്ന്, ഒരു 350-400 സുഖമായിട്ട് വരേണ്ട ഒരു പിച്ചായിരുന്നു അത്. കാരണം വിരാട് കോഹ്ലി പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ 284 എന്നുള്ളതായിരുന്നു. 11 ഓവർ ബാക്കിയുണ്ട്. ഒരു 10 per over അടിച്ചാൽ തന്നെ 6 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. 10 per over അടിച്ചാൽ തന്നെ ഇന്ത്യക്ക് 400 മുകളിൽ സുഖമായിട്ട് അടുത്ത് വരേണ്ട ഒരു സ്കോറാണ് 359 ഒതുങ്ങിയത്. അവസാനം 10 ഓവറിൽ 74 റൺസ് 65 റൺസ് വരുന്നുള്ളൂ. അത് വളരെ മോശം. കാരണം അത്രയും വിക്കറ്റുകൾ ബാക്കിയുണ്ടായിട്ടും. വാഷിംഗ്ടൺ സുന്ദർ 8 ബോളിൽ 1 റൺസ്, ജഡേജ 24 ബോളിൽ 24 റൺസ്. അത് ഒരു ഭയങ്കര ഒരു പ്രോപ്പർ ഫിനിഷറുടെ പ്രശ്നം നന്നായിട്ട് നമ്മളെപ്പോഴും ഇപ്പോൾ ഈ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മാച്ചിന് ശേഷം നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് മാച്ചിലും ഇന്ത്യ 17 റൺസിന് ജയിച്ചെങ്കിൽ പോലും ഒരു 30 റൺസ് ഇന്ത്യ കുറവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ അവസാന നിമിഷം വരെ പോരാടി ഓൾ ഔട്ടായിട്ടാണ് അവർ വീഴുന്നത്. അതായത് ഏകദേശം സ്കോറിനെടുത്തത് 17 റൺസ് എടുത്തത്. അപ്പോൾ ഇന്ത്യൻ സ്കോർ എപ്പോഴും പാർ സ്കോറിൽ നിന്ന് എപ്പോഴും കുറവായിട്ടാണ് ഇന്ത്യ സ്കോർ ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഫസ്റ്റ് കളിയിലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഋഷഭ് പന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കവിടെ, അതായത് ഒരു പ്രോപ്പർ ബാറ്റർക്ക് അവിടെ അവസരം കൊടുക്കാമായിരുന്നു. സെക്കൻഡ് മത്സരത്തിൽ മിക്കവരും പറഞ്ഞൊരു സാധനം കൂടിയായിരുന്നു അത്, പന്ത് ഉൾപ്പെടെയുള്ള താരങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന്. തിലക് വർമ്മയെ അവിടെ കളിപ്പിക്കായിരുന്നു വാഷിംഗ്ടൺ സുന്ദർ മാറ്റി. കാരണം സുന്ദർ 4 ഓവർ എറിയുന്നുള്ളൂ. ഒരു ഓൾറൗണ്ടർ എൻ്റെ ടീമിൽ കുറേ ഓൾറൗണ്ടർമാർ വേണം എന്നുള്ള വാശിയിലാണ് ഗംഭീർ ടീമിനെ ഇറക്കുന്നത്. പക്ഷേ കണ്ടീഷനും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനെന്നുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോട്ട മുഴുവനാക്കി പന്തെറിയാനുള്ള അവസരം നോക്കണം. അത് ചെയ്യുന്നില്ല. എന്നാൽ ബാറ്റിങ്ങിൽ കുറേ കൂടി ടെക്നിക്കലായിട്ടുള്ള പ്ലേയേഴ്സും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സ്കോർ എത്തുമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ആ ഒരു കാര്യത്തിലാണ് ഇന്ത്യക്ക് ആദ്യം പിഴച്ചിട്ടുള്ളത്. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡിലാണ് എല്ലാ പിഴവുകളും നമുക്കുണ്ടായത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രസീദ് കൃഷ്ണയും അതുപോലെ തന്നെ കുൽദീപ് യാദവിൻ്റെയും ഹർഷിത് റാണയുടെയും സ്റ്റാറ്റസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കോർബിൻ ബോഷും കേശവ് മഹാരാജും നിൽക്കുന്ന സമയത്ത് ഒരു നിസ്സഹായനായ ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്ന വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായി ഓടുന്നുണ്ടെന്നാൽ അദ്ദേഹം നന്നായി ഡെലിവറി ചെയ്തൊരു മാച്ചിൽ നിസ്സഹായനായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഹർഷിത് റാണ റാഞ്ചിയിൽ കോർബിൻ ബോഷിനെ പിന്നെ പുറത്താക്കിയതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതിന് പിഴയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഗ്രഷനൊക്കെ ഇന്നലെ എവിടെ പോയതാണ് എന്ന്. പക്ഷെ ഒരർത്ഥത്തിൽ ടോസ് ഫാക്ടർ നിർണായകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ മത്സരത്തിൽ 20 തവണ അവസാനമായിട്ട് ടോസ് ചെയ്യുന്നത് 2023 വേൾഡ് കപ്പിൽ ന്യൂസിലൻഡിനെതിരെയാണ്. അതെ, ഈ മത്സരത്തിൽ 20 മാച്ചായി. അതെ, ഈ മത്സരത്തിന് ശേഷം KL രാഹുൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് മത്സരമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡ്യൂ ഫാക്ടർ, പിച്ചിലെ ഈർപ്പം ഭയങ്കര നിർണായകമാകും. ഒരുപാട് തവണ അദ്ദേഹം ന്യൂ ബോൾ എടുക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട് പിന്നെ അമ്പയർ. പക്ഷേ അതിലൊക്കെ നമുക്കൊരു കുറച്ചാണ് അതിലൊക്കെ പഴിചാരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പിഴവുകളിലേക്ക് തന്നെ വന്നാൽ ഫീൽഡിൽ നമ്മൾ വരുത്തിയ പിഴവുകൾ. ഇപ്പോൾ തിലക് വർമ്മ മനോഹരമായിട്ടൊരു ബൗണ്ടറി സേവ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ 1-2 മൊമെന്റുകൾ വിട്ട് കഴിഞ്ഞാൽ എത്ര ഫോറുകൾ അനായാസം പിടിച്ചെടുക്കാൻ കടിക്കുന്ന പന്തുകൾ നമ്മൾ വിട്ട് കളയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ബൗണ്ടറി, 2 സിമ്പിൾ ക്യാച്ച്, റൺഔട്ട് ശ്രമം ഒക്കെ ഇന്നലെ മാത്രം വന്നു. അതിൽ ജഡേജയൊക്കെ ഫീൽഡിൽ ആ രീതിയിൽ പുലിയാകുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ജഡേജയുടെ കൈയൊക്കെ ചോർന്നു പോകും, ഒട്ടക്കൈ പോലെ ചോർന്നു പോവാണ്. ഇതിൽ മറ്റൊന്നുള്ളത് പിന്നെ ഇതിൽ നമുക്ക് പ്രതിഭകൾ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മദ് സിറാജിന് വിശ്രമം അനുവദിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ് ഇത് എന്നുള്ളതാണ്. അദ്ദേഹം മുസ്താഖ് അലി ട്രോഫി കളിക്കണം. വിശ്രമം അനുവദിച്ച ഒരു മനുഷ്യൻ വീട്ടിലിരിക്കാതെ മുസ്താഖ് അലി ട്രോഫി കളിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഷമി ഇത് കണ്ട് ചിരിക്കുന്നുണ്ടാവും ശരിക്കും. എന്ന് പറഞ്ഞാൽ പ്രസീദ് കൃഷ്ണയും ഹർഷിത് റാണയും പാർശ്വദീപ് സിംഗിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു T20 സ്പെഷ്യലിസ്റ്റ് ബോളറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ഏഷ്യ കപ്പ് T20 അദ്ദേഹത്തെ ഇറക്കിയിരുന്നു. എന്നാൽ ഏകദിനത്തിൽ അദ്ദേഹത്തെ സ്ഥിരമായി
കളിപ്പിക്കുന്നു. അദ്ദേഹം മാത്രമാണ് ഇന്നലെ നേരെ ഇന്ത്യക്കായി ഡെലിവറി ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹമാണ് ഏറ്റവും കുറഞ്ഞ എക്കോണമിയിൽ ഇന്നലെ പന്തെറിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ജഡേജയാണ്. ബാക്കി എല്ലാവരും 70 മുകളിൽ റൺസ് വിട്ടുകൊടുക്കുന്നതാണ് നമ്മളിങ്ങനെ കണ്ടത് എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ ജസ്പ്രീത് ബുംറയുടെ കാര്യം നമ്മൾ എടുക്കാം. അദ്ദേഹം കുറേ കാലമായി ഏകദിനത്തിൽ കളിച്ചിട്ടുള്ളത് റിയാലിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ നിർണായകമായ മാച്ചുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടില്ല. അദ്ദേഹം കളിച്ചു. അവിടെ ബുംറ ഇറക്കേണ്ട ഒരു ആവശ്യവുമില്ല, വേറെ ആരെങ്കിലും പരീക്ഷിക്കാമായിരുന്നു. അതേസമയം ദക്ഷിണാഫ്രിക്കെതിരെ നിർണായകമായ ഒരു പരമ്പരയിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തെരഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ 2 സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും അടിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്ക ഒറ്റ സെഞ്ചുറിയാണ് അടിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വ്യക്തിഗത സ്കോറുകളേക്കാൾ അവരുടെ പാർട്ട്ണർഷിപ്പുകളാണ് ഈ മത്സരത്തിൽ. റാഞ്ചിലും അങ്ങനെ തന്നെ നമ്മൾ കണ്ടത്. അപ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ തകരുന്നു. അതിനുശേഷം ഒരു 2 അർദ്ധ സെഞ്ചുറി 3 അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും 2 40 റൺസ് പാർട്ട്ണർഷിപ്പും ഉണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ സെക്കൻഡ് വിക്കറ്റിൽ ഒരു 100 റൺസ് പാർട്ട്ണർഷിപ്പ്, അതിനുശേഷം ഒരു 2 അർദ്ധ സെഞ്ചുറി പാർട്ട്ണർഷിപ്പ്, അതിനുശേഷം അവസാനം കേശവ് മഹാരാജും കോർബിൻ ബോഷും അവരുണ്ടാക്കിയ ഒരു പാർട്ട്ണർഷിപ്പ്. നിർണായകമായത് എന്താണെന്ന് ചോദിച്ചാൽ 57 പന്തിൽ 70 റൺസ് എന്ന നിലയിലൊക്കെ നിൽക്കുന്ന സമയത്ത് 6 വിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. യാൻസൺ പോകുന്നു, ബ്രീഡ്സ്കെ പോകുന്നു, ഡിസോഴ്സി റിട്ടയർഡ് ഹാർട്ടായി പോകുന്നു. അവിടെ ഇന്ത്യക്ക് സാധ്യത വരുന്നു. പക്ഷേ കേശവ് മഹാരാജ് അങ്ങ് നിന്ന് കൊടുക്കുകയാണ്. കോർബിൻ ബോഷ് അവിടെ നിന്ന് അടിക്കുകയാണ്. അങ്ങനെയാണ് കോഹ്ലി ഭയങ്കര നിസ്സഹായനായി നിൽക്കുന്നത് കണ്ടത്. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഡെപ്ത് ആണല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ ഇവരുടെ ഡെപ്തിനെ കുറിച്ച് പറയുന്ന സമയത്തും ഇവരുടെ അനുഭവ സമ്പത്ത് കൂടി നമ്മൾ നോക്കണം. ബ്രീഡ്സ്കെ, അതുപോലെ തന്നെ കോർബിൻ ബോഷ്, അതുപോലെ തന്നെ ബ്രവിസ്, ഇവർക്കൊക്കെ ഏകദിനത്തിൽ എത്ര വാരം ഇന്ത്യയിൽ കളിച്ചിട്ടില്ല. അതെ, 7, 8, 10 ഒരു 11 മുകളിലൊക്കെ കളിച്ച ആളുകൾ 15 ഏകദിന മത്സരങ്ങൾ കളിച്ച ഈ 3 പേരും കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡിസോഴ്സി 10, 22 മത്സരമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ട്രാൻസിഷന്റെ കാരണം പറഞ്ഞ് ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് ഗംഭീർ കാരണം തേടി പോകുന്ന സമയത്ത് ദക്ഷിണാഫ്രിക്കയിലെ യുവതാരങ്ങളാണ്, അവരുടെ ആ ഡെപ്താണ് ഇവരുടെ കളിയെ മൊത്തം കൊണ്ടുവന്നത്. റാഞ്ചിയിൽ നമുക്ക് കുൽദീപ് യാദവിൻ്റെ ആ ഓവറിലായിരുന്നെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെടുമായിരുന്നു. കുൽദീപ് യാദവിനെ പോലൊരു മനുഷ്യൻ ഇന്നലെ നമുക്ക് ഡെലിവറി ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ കാരണം അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ കൂടാരത്തിൽ തന്നെ കാരണങ്ങൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം തന്നെ ഇന്നലെ ഒരു ചെറിയ പാഠം അവർ പഠിപ്പിച്ചു. ഒരിക്കലും ഗ്ലോറി ഷോട്ടിനെ ശ്രമിക്കാതെ കളിച്ചാൽ മതി എന്നുള്ളത്. 45 മുതൽ 50ാമത്തെ ഓവർ വരെ അവർ വളരെ കൂളായിട്ട് സിമ്പിൾ ചെയ്ത് കളിച്ച് 49ാമത് ഹർഷിദ്രാണെങ്കിൽ 49ാമത്തെ ഓവറിൽ അവർ 6 സിംഗിളായിട്ടത്, ഒരു വൈഡ് ഉൾപ്പെടെ 7 റൺസാണ് അതിൽ പിറന്നത്. ഒരു ബൗണ്ടറിക്ക് പോലും ഇവർ രണ്ടുപേരും മഹാരാജായാലും ഇവരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കാമായിട്ട് ഗ്ലോറി ഷോട്ടിനെ ശ്രമിക്കാതെ ഞങ്ങളുടെ ലക്ഷ്യം വിജയമാണ്, അതിനേക്ക് ഒരു ഗ്ലോറി ഷോട്ടിന്റെ ആവശ്യമില്ല, ബൗണ്ടറികളുടെ ആവശ്യമില്ല, സിംഗിളും ഡബിളും വന്നാൽ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കളിക്കുന്നു. എന്നാൽ പോലും അവരങ്ങനെ ഒരു 4+5 ഓവർ തുടർച്ചയായിട്ട് ആ രീതിയിൽ കളിച്ചിട്ട് പോലും സർക്കിളിനകത്തേക്ക് കൂടുതൽ പ്ലെയേഴ്സിനെ നിർത്തി ഒരു ചേഞ്ച് വരുത്താൻ, ഒരു ഫീൽഡിംഗ് ചേഞ്ച് വരുത്താൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. അവസാന നിമിഷങ്ങളൊക്കെ രാഹുൽ ഭയങ്കര ക്ലൂലെസ് ആണ്. അദ്ദേഹത്തിനെ ക്ലോസ് കാണിക്കുമ്പോൾ മുഖമൊക്കെ എന്തോ പോലെ ആയിട്ട് നിൽക്കുകയാണ്. വിരാട് അവിടെ ഭയങ്കര നിസ്സഹായനായി നിൽക്കുന്നുണ്ട്. രോഹിത്താണ് പിന്നെയും അർഷ്ദീപിനോടും മറ്റുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പം അത്തരത്തിൽ ഒരു നമ്മളെ മരുന്നില്ലാതെ കളിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് പ്ലേ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നമ്മുടെ ഇന്ത്യൻ ബാറ്റിങ്ങിനെ കുറിച്ച് കൂടി എടുത്ത് പറഞ്ഞേ മതിയോ. ഇവിടെ വിരാട് കോഹ്ലി വീണ്ടും ഡെലിവറി ചെയ്തൊരു മത്സരമാണ് നമ്മൾ കണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു 11 ഓവർ ബാക്കി നിൽക്കുന്ന സമയത്ത് 284 നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 400ലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ അധികം, അപ്പോൾ നമുക്ക് ഫിനിഷർമാരില്ലാഞ്ഞിട്ടല്ലോ. ഒരുപാട് ഫിനിഷർമാരുള്ള അവസാന ഓവറുകളിൽ വല്ലാതെ അടിക്കാൻ ശേഷിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും അവരൊന്നും ടീമിലെടുക്കാതെ നമ്മൾ കുത്തിനിറച്ച മനുഷ്യർക്ക് ഡെലിവറി ചെയ്യാൻ കഴിയാത്തതിന് നമ്മൾ ആരെയാണ് പഠിക്കേണ്ടത് എന്നതാണ്. വിരാട് കോഹ്ലിയുടെ കാര്യമൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിലെ 11ാം തവണയാണ് ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ അടിക്കുന്നത്. കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്കോർ 311 ഇതിൽ ആദ്യത്തെ 2 മത്സരങ്ങളിൽ അദ്ദേഹം ഡക്കാണ് എന്ന് ആലോചിക്കണം. അപ്പോൾ ക്രിക്കറ്റിൽ കണക്കുകൾ ഇങ്ങനെ മാറുന്നത് നമ്മളിങ്ങനെ കാണുമല്ലോ. സിഡ്നിയിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്, പിന്നീട് റാഞ്ചിയിൽ സെഞ്ചുറി ഡെലിവറി ചെയ്യുന്നു, അതുപോലെ തന്നെ റായ്പൂരിൽ ഡെലിവറി ചെയ്യുന്നു. ഗെയ്ക്വാദൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെ സെഞ്ചുറി നേടാൻ ഏറ്റവും അധികം എൻ്റെ സെഞ്ചുറിക്ക് വേണ്ടി കോഹ്ലി ആഗ്രഹിച്ചിരുന്നത് പോലെ എനിക്ക് തോന്നി എന്നാണ്. അദ്ദേഹം സെഞ്ചുറി അടിക്കുന്ന സമയത്ത് കോഹ്ലി വല്ലാതെ മതിമറന്ന് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ പുതിയ കളിക്കാരെ, ടീമിലെ പുതിയ കളിക്കാരെ വല്ലാതെ ബാക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ഭയങ്കര സാക്ഷ്യമായി കാണുമ്പോഴും ബാക്കി വരുന്ന മനുഷ്യർക്ക് ഡെലിവറി ചെയ്യാൻ കഴിയാത്തതിലാണ് നമ്മുടെ പരാജയം എന്നാണ്. കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം 34 വ്യത്യസ്ത ഗ്രൗണ്ടുകളിൽ ഡെലിവറി ചെയ്തു. 34 സച്ചിൻ മാത്രമാണ് മേലേ ഉള്ളൂ. ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തിന്റെ 7ാമത്തെ സെഞ്ചുറിയാണ്. ഇതിൽ കൂടുതൽ സെഞ്ചുറി ദക്ഷിണാഫ്രിക്കത്തിൽ അടിച്ച ഒരു കളിക്കാരനും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ഗംഭീരമായ ഷോട്ട് ഉണ്ടായിരുന്നു. അതായത് കോഹ്ലി പതിവ് പോലെ ഉയർന്ന് ചാടുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ സെഞ്ചുറി അടിക്കുമ്പോഴോ. അപ്പോൾ ഒരു വൈഡ് ആംഗിളിലൊരു ഷോട്ട് പോകുമ്പോൾ കേശവ് മഹാരാജ് ഇങ്ങനെ നടക്കുന്നുണ്ട്. കേശവ് മഹാരാജിന്റെ ഫ്രണ്ടിലൂടെയാണ് കോഹ്ലി ഉയർന്നു ചാടുന്നത്. മഹാരാജ് എന്നുള്ള ജേഴ്സി
കാണിക്കുന്നു. മഹാരാജ് കോഹ്ലി കിങ് ആണല്ലോ, അത് വല്ലാത്തൊരു ഫ്രെയിമായിരുന്നു അത്. അതുപോലെ തന്നെ കൈ ഉയർത്തുന്ന സമയത്ത് ഗംഭീറിന്റെ ഒരു ക്ലോസ് കാണിച്ച് ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ കോഹ്ലി ഡെലിവറി ചെയ്യുന്നു. ഗെയ്ക്വാദൻ നമ്മൾ റാഞ്ചിയിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പകരം പിന്നെ മറ്റാരെങ്കിലും പരീക്ഷിക്കൂ എന്ന് പറഞ്ഞിടത്താണ് അദ്ദേഹം റായ്പൂരിൽ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇനി നമ്മൾ നിരന്തരമായി പരിഗണിക്കേണ്ടി വരും ടീമിൽ. അപ്പോൾ പരീക്ഷണങ്ങൾക്ക് മുതിരാൻ ഇനിയും ജി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പരാജയം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പരീക്ഷണങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് പഴിയാവുന്നത് വിനയാവുന്നത് എന്നാണ്. റാഞ്ചിയിൽ നമ്മൾ തോൽക്കേണ്ടതായിരുന്നു. അപ്പോൾ 300 റൺസ് ദക്ഷിണാഫ്രിക്കയുടെ നിലവിലെ 11 അതൊരു ഈസി ടാർഗറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. 350 മുകളിൽ സ്കോർ ചെയ്തതിനു ശേഷമാണ് അവർ ചേസ് ചെയ്ത് ജയിക്കുന്നത് എന്നുള്ളതാണ്. അതെ, അത് നമ്മൾ രണ്ട് എക്സ്ക്ലൂഷനും കൂടി ഇതിനകത്ത് നിന്ന് പറഞ്ഞു പോകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറൗണ്ടർമാരെ കുത്തി നിറയ്ക്കുമ്പോൾ പ്രോപ്പർ ബാറ്റർമാർ അവിടെ മറികടക്കുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിലും ഇവിടെയും നന്നായിട്ട് കളിച്ചിട്ടുള്ള സഞ്ജു സാംസണെ നമ്മൾ ഉപയോഗിച്ചില്ല. ഇന്നലെ സഞ്ജുവിനെ പോലെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നന്നായേനെ. കാരണം സാഹചര്യത്തിനനുസരിച്ച് സ്ലോ ചെയ്യാനും ആക്സിലേറ്റ് ചെയ്യാനും സഞ്ജു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം ചെയ്തതായിരുന്നു, സെഞ്ചുറി അടിച്ചുകൊണ്ട് പോയില്ല. ഒപ്പം തന്നെ റിങ്കു സിംഗിനെ പോലെയുള്ള ഒരു താരം അദ്ദേഹം ഇത്തവണത്തെ ടീമിൽ പോലും ഇല്ല എന്നുള്ള. സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ സെഞ്ചുറി അടിക്കുമ്പോൾ റിങ്കു ആയിരുന്നു അപ്പുറത്തുണ്ടായി. അതെ 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 ഈ രണ്ട് താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടി സ്കോർ വന്നേനെ. ഒന്നും വേണ്ട, അവർ ടീമിലെ എടുത്തിട്ടില്ല എന്നരുതാ. ടീമിലുള്ള ഋഷഭ് പന്തിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ പോലും സ്കോർ വന്നേനെ. ഫസ്റ്റ് മാച്ചിൽ, അതായത് റാഞ്ചിയിൽ നിന്നും അത് പഠിച്ചില്ലായിരുന്നു. റാഞ്ചിയിലും നമ്മളൊരു 30 റൺസ് കുറവാണ് സ്കോർ ചെയ്തത്. റായ്പൂരിലേക്ക് എത്തുമ്പോഴും നമ്മൾ 30 40 50 റൺസ് കുറഞ്ഞാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോലും ഇനിയെങ്കിലും, അപ്പോൾ ഇനി അടുത്തത് ശനിയാഴ്ച വിശാഖപട്ടണത്താണ് മത്സരം നടക്കാനുള്ളത്, അവിടെയെങ്കിലും ഈ പിഴവ് ആവർത്തിക്കാതെ വീണ്ടും ഇല്ല എൻ്റെ ഓൾറൗണ്ടർമാർ തന്നെ കളിക്കട്ടെ എന്ന രീതിയിൽ ഗംഭീർ കളിക്കുകയാണെങ്കിൽ ടെസ്റ്റിന് പിന്നാലെ ഇതും പരാജയപ്പെടും, വൺഡേയും കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു ദുഃഖകരമായ വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. അതിൽ മറ്റൊന്ന് പറയാനുള്ളത്, ഈ വിരാട് കോഹ്ലി വീണ്ടും പിന്നെ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒന്നല്ല. അദ്ദേഹം റാങ്കിങ്ങിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 വർഷമൊക്കെ അദ്ദേഹത്തിന് എതിരാളികളില്ലാതെ ഏകദിന റാങ്കിങ്ങിന്റെ തലപ്പത്തുന്ന ഒരു മനുഷ്യൻ 2021 ശേഷം അദ്ദേഹത്തിന് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ടോപ്പ് 5 എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ഇന്ത്യക്കാരാണ്. അതിൽ ചുപ്മാൻ ഗില്ലിനും മുകളിലാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ഗംഭീർ വട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ 2 പേരുകൾ എന്നുള്ളതാണ്. ഇനിയിപ്പോ കോഹ്ലി ഇപ്പോ പുതിയ റാങ്കിങ്ങിൽ ഒന്നാം തന്നെ 1 കോഹ്ലി 2 രോഹിത്. അതെ അതെ, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായും. അപ്പോ നമ്മൾ റാങ്കിങ് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ബൗളിംഗ് റാങ്കിങ്ങിൽ നമുക്ക് വരുമ്പോൾ 20 അവർ രണ്ടും ടീമിലില്ല. അപ്പൊ റാങ്കിങ്ങും പെർഫോമൻസും ഒന്നും നല്ല ഗംഭീർ നോക്കുന്നതെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 3ാം ഏകദിനത്തിൽ നമ്മൾ ജയിച്ചാലല്ലാതെ ഈ പരമ്പര നമുക്ക് കിട്ടില്ല. ഗംഭീർ പിന്നെ വീണ്ടും പരീക്ഷണങ്ങൾക്ക് മുതിരുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പരമ്പര കൂടി പരാജയപ്പെടും. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം വീണ്ടും ഇരിക്കാം.